സൂപ്പർ അല്ലേ കണ്ടില്ലേ പാളപ്ലേറ്റ് അങ്ങനെ പാളപ്ലേറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പൊ ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനെ കുറിച്ച് യാതൊരു എക്സ്പീരിയൻസിലും ഒരു ഐഡിയ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ആർക്കും ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കാനോ കാര്യങ്ങളൊന്നുമില്ല, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മെഷീൻ അല്ലേ. ഈ ഒരു ഫുഡ് കണ്ടെയ്നർ കണ്ടോ, അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് കണ്ടോ, ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ തവിടിൽ നിന്നാണ്. അതായത് അരിയുടെ വേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് പേപ്പർ പ്ലേറ്റുകൾ, അതേപോലെ തന്നെ എന്താ പറയുക എല പ്ലേറ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഗ്ലാസുകൾ വരുന്നുണ്ട് അല്ലേ. ഇത് ഈ പാളയിൽ നിന്നുണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് GSA എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. നമ്മൾ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യാനുള്ള മെഷീനറീസും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ മെഷീനറീസ് ഇവർ മാനുഫാക്ചറിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെഷീനറീസ് ഇവർ സപ്ലൈ ചെയ്തരും. നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഇവർ നമ്മുടെ അടുത്ത് വാങ്ങിക്കുകയും ചെയ്യും. ഈ സ്ഥാപനത്തിന്റെ ഓണർ അബു സാഹിദ് എന്നാണ് ഇക്കാരുടെ പേര്. GSA എക്സ്പോർട്സ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. ശേഷം ഓക്കെ, ഇതിൽ ഏതായിട്ടാണ് ഫസ്റ്റ് എടുക്കാൻ എനിക്കറിയില്ല. ഇതൊക്കെ നമുക്ക് ഏതായിട്ടാണ് ഫസ്റ്റ് കണ്ടതിന് കാണിക്കാൻ നമുക്ക് സാധാരണ പാള പ്ലേറ്റിൽ ചെയ്ത ഒരു ബിരിയാണി, പാള പ്ലേറ്റിൽ ചെയ്ത ബിരിയാണി കണ്ടത്.